കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽപ്പെട്ട തിരുവള്ളൂർ ചാനിയം കടവിലെ യൂത്ത് ലീഗ് പ്രവർത്തകൻ സിദ്ദീഖിന്റെ വീട്ടിൽ കയറി പോലീസ് കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണ്. തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിച്ചതിന് ഇക്കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകൻ യൂസുഫിനെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽക്കുകയും 5.5 പവൻ സ്വർണം CPM ക്രിമിനലുകൾ കവർന്നെടുക്കുകയും ചെയ്തത്. കൂടെ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഇക്ബാലിന്റെ കടയും തകർത്തു. ആ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതിന് പകരം സംഘർഷത്തിലോ പ്രതിഷേധത്തിലോ പങ്കെടുക്കാത്ത സിദ്ദീഖിനെതിരെ CPM നിർദ്ദേശമനുസരിച്ച് കേസെടുക്കുകയാണ് പോലീസ് ചെയ്തത്. ഇന്നലെ രാത്രി സിദ്ദീഖിന്റെ വീട്ടിൽ കയറി പോലീസ് ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾ മാത്രമായ സിദ്ദീഖിന്റെ ഭാര്യയുടെ റൂമിൽ വരെ കയറി ഭീഷണിപ്പെടുത്തുന്ന പോലീസ് തെരുവ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്. സംഭവം അറിഞ്ഞ് സ്ഥലത്ത് കുതിച്ചെത്തിയ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസബ് കിഴിയേരിയൂർ, യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽകിഫ്ലി, കുറ്റ്യാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് CA നൗഫൽ, ലത്തീഫ് തുറയൂർ, തമീം, അസ്ലം വള്ളിയാട് എന്നിവരുടെ ധീരമായ ചെറുത്തുനിൽപ്പാണ് പോലീസിനെ മടക്കി അയച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യൂസുഫിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ അവസാന മണിക്കൂറിലും ദാസ്യവേല ചെയ്യാൻ മടി കാണിക്കാത്ത വടകരയിലെ പോലീസിനോട് ഒന്നേ പറയാനുള്ളൂ: ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. മറുപടി പറയിപ്പിക്കാതെ ഒരു കാലവും കടന്നു പോകില്ല. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസിന്റെ കുറിപ്പാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഈ സിദ്ദീഖിന്റെ വീട്ടിൽ അരങ്ങേറിയതാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കാലാകാലങ്ങളായിട്ട് കുറ്റ്യാടി, വടകര, നാദാപുരം, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ, ഈ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന കുറ്റ്യാടി, വടകര, നാദാപുരം, പേരാമ്പ്ര അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വിവിധയിടങ്ങളിൽ ലീഗ് പ്രവർത്തകരുടെ വീട്, UDF പ്രവർത്തകരുടെ വീടുകൾ കയറി ആക്രമണം നടത്തുകയും തീയിടുകയും അതുപോലെ വാഹനങ്ങൾ നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും പണവും സ്വർണവും കവരുകയും ചെയ്യുന്നത് CPMന്റെ ക്രിമിനൽ തെമ്മാടികൾ കാലാകാലങ്ങളായിട്ട് നടത്തിപ്പോരുന്നതാണ്. അതിന് കൂട്ടായിട്ട് ഇക്കാലമത്രയും പോലീസിൻ്റെയും സുരക്ഷാ നിയമപാലകരുടെയും ഒക്കെ അകമ്പടിയും അവർക്കുണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കുറ്റ്യാടിയുടെ മണ്ണിലെ, നാദാപുരത്തിൻ്റെ മണ്ണിലെ, വടകരയുടെ മണ്ണിലെ, പേരാമ്പ്രയുടെ മണ്ണിലെ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ ശേഷം മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവ വികാസമല്ല. ഇത് നിരന്തരമായി ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ നിരന്തരമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇവിടങ്ങളിലെ CPM എന്ന് പറയുന്ന വർഗീയത പടച്ചുവിട്ട് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് വിഭജനത്തിന്റെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ വിത്ത് പാകിയിട്ടാണ് CPM ഈ പ്രദേശങ്ങളിൽ ഇക്കാലം അത്രയും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിൽ കുറ്റ്യാടിയെന്ന് അറിയുന്നവർക്ക് നാദാപുരത്തെയും വടകരയെയും പേരാമ്പ്രയെയും ഉള്ളിയേരിയെയും കക്കട്ടലിനെയും നാദാപുരത്തെയും കല്ലാച്ചിയെയും വേളത്തെയും കടിയങ്ങാടിനെയും ഒക്കെ അറിയുന്ന ആളുകൾക്ക് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിൽ ഇതൊക്കെ പറയുമ്പോൾ പലർക്കും സംശയമുണ്ടാകുമായിരിക്കാം. പക്ഷേ കുറ്റ്യാടിയുടെ മണ്ണിൽ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. നാദാപുരത്തിൻ്റെയും വടകരയുടെയും മണ്ണിൽ ഇത് സാധാരണഗതിയിലുള്ളതാണ്. അവിടെ കാഫിർ സ്ക്രീൻഷോട്ട് വന്നതിലോ അല്ലെങ്കിൽ കൗമിലെ കുട്ടി എന്നുള്ള അനൗൺസ്മെന്റ് വന്നതിലൊന്നും അവിടെ യാതൊരുവിധ അത്ഭുതവുമില്ല. ഇത് CPMന്റെ വർഗീയ തെമ്മാടികള്, ക്രിമിനൽ തെമ്മാടികള്, CPM ഗുണ്ടകള് കാലാകാലങ്ങളായിട്ട് അവിടങ്ങളിൽ നടത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൊള്ളയടി ഉണ്ടാവുക, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അക്രമം അഴിച്ചു വിടുക. ഇത് CPMന്റെ രീതിയാണ്. സഖാക്കളാണ് ചെയ്യുന്നത്, വർഗീയ തെമ്മാടികളാണ് ചെയ്യുന്നത്. ഇത് വടകരയുടെ മണ്ണിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. സിദ്ദീഖിൻ്റെ വീട്ടിൽ കയറി വരുന്നു, എന്നിട്ട് സിദ്ദീഖിനെ അന്വേഷിക്കുന്നത് എവിടെയാ? സിദ്ദീഖിൻ്റെ വീട്ടിൻ്റെ അലമാരയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സിദ്ദീഖിൻ്റെ ഭാര്യ പ്രസവം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ. ആ പ്രസവിച്ച സ്ത്രീ കിടക്കുന്ന റൂമിൽ പോലും അതിക്രമിച്ച് കയറുകയാണ്. ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം, നാദാപുരത്തിനെ സംബന്ധിച്ചിടത്തോളം, വടകരയെ സംബന്ധിച്ചിടത്തോളം. അവിടങ്ങളിൽ ഇത് CPMന്റെ അജണ്ടയാണ്, CPMന്റെ കൊള്ളയടിയാണ്, അക്രമം അയച്ചു വിടുക. എന്നിട്ട് UDFന്റെ, മുസ്ലിം ലീഗിൻ്റെ, കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വീട് കൊള്ളയടിക്കുക. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നാദാപുരത്തിൻ്റെ മണ്ണിൽ, വേളത്ത്, കടിയങ്ങാടിൽ, മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.
എന്തൊക്കെയാണെങ്കിലും ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ആരൊക്കെയാണെങ്കിലും ഈ തെമ്മാടികളെ, ഈ CPM-ന്റെ ക്രിമിനൽ ഗുണ്ടകളെ സംരക്ഷിക്കുന്നവർ ഏത് വലിയ തൊപ്പി വെച്ചവനാണെങ്കിലും മെയ് 4 എന്ന് പറയുന്നത് കഴിയുമ്പോൾ എല്ലാം മാറിമറിയും. കണക്ക് പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാലം അങ്ങനെ ഒന്നും ഒരു കാലവും എവിടെയും കടന്നു പോയിട്ടില്ല എന്നുള്ളതാ. എത്ര വലിയ സ്വേച്ഛാധിപതിയാണെങ്കിലും കാലം കണക്ക് പറയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര വലിയവരാണെങ്കിലും എല്ലാം കണക്ക് പറയിപ്പിച്ചിട്ട് ഈ കാലത്തിനൊരു കാവ്യനീതിയുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല. കാലം എല്ലാം കണക്ക് പറയിപ്പിച്ചിട്ടേ കാലം കടന്നു പോയിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മെയ് 4 കഴിയുമ്പോൾ പിന്നെ ഒരുപാട് കണക്കുകൾ തീർക്കാനുള്ളതാ. ഈ ഹരിത പതാക നെഞ്ചിലേറ്റിയവനെ, ആ കൊടി പിടിച്ചവനെ ഒക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാനും അവനെ വേട്ടയാടുവാനും കാക്കിയിട്ട് ഏതെങ്കിലും ഏമാന്മാര് ആരൊക്കെയാണെങ്കിലും തുനഞ്ഞിറങ്ങിയവര് ആരൊക്കെയാണെങ്കിലും എല്ലാം വളരെ കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധം തീർക്കാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് കണക്ക് പറയിപ്പിക്കാതെ ഒന്നും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് കണക്ക് പറയിപ്പിച്ചിട്ട് തന്നെയാണ് അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളത് ഏമാന്മാർ ഏത് കാക്കിയിട്ട് ഏത് മറ്റവരാണെങ്കിലും ശരി എല്ലാം വളരെ കൃത്യമായിട്ട് കണക്ക് പറയിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ എന്നുള്ളത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ. എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. എല്ലാം വളരെ കൃത്യമായിട്ട് അല്ലേ? ആ ദൃശ്യങ്ങളിൽ നിങ്ങൾ നോക്കൂ, ആ ദൃശ്യങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എത്ര മാത്രം അധികാരം അല്ലെങ്കിൽ യൂണിഫോമിൻ്റെ ബലത്തിൽ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. യൂണിഫോമിൻ്റെ ബലത്തിൽ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ, ഇതിനൊക്കെ മറുപടി പറയിക്കാതെ കാലം അവസാനിക്കില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതേ മണ്ണിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് കണ്ടത്, ഇതേ മണ്ണിലാണ് കൗമിലെ കുട്ടി എന്നുള്ള അനൗൺസ്മെൻറ്റും നമ്മൾ കണ്ടത്, ഇതേ മണ്ണിലാണ് ഹൈന്ദവ വീടുകൾ കയറിയിറങ്ങി അപ്പുറത്ത് നിൽക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. ആ UDFന്റെ മുസ്ലിം സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയാൽ പിന്നെ ഹൈന്ദവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള പ്രചരണങ്ങളും നമ്മൾ പേരാമ്പ്രയുടെ മണ്ണിൽ കണ്ടത്. ഒരു കാര്യം ഓർത്തു വെച്ചോളൂ, CPMകാരോടാണ്, CPMന്റെ സൈബർ തെമ്മാടികളോടാണ്, CPMന്റെ ക്രിമിനൽ തെമ്മാടികളോടാണ്, CPMന്റെ കൊട്ടേഷൻ സംഘങ്ങളോടാണ്, പിന്നെ കാക്കിയിട്ട ഈ പറയുന്ന ചെറ്റകളോടും കൂടിയാണ്. വളരെ കൃത്യമായിട്ട് കണക്ക് പറയിപ്പിക്കുക തന്നെ ചെയ്യും. ഒന്നും വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതല്ല. മെയ് 4 സായാഹ്നം എന്ന് പറയുന്നത് അത് ഇതിനൊക്കെ കാരണം മറ്റൊന്നുമല്ല, വലിയ ഒരു തോൽവി മാത്രമല്ല, അതിനേക്കാളൊക്കെ ഒരു വലിയ ഭരണമാറ്റം, UDFന്റെ കൈകളിലേക്ക് എത്തുന്ന ഭരണം, ആ ഭരണത്തെയാണ് ഭയപ്പെടുന്നത്. ആ ഭരണം വന്നു കഴിയുമ്പോൾ ഓരോന്നിനും എണ്ണി മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഭയം മാത്രവുമല്ല, മറുപടിയിൽ തീരില്ല. അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഓരോന്നിനും എണ്ണി പകരം ചോദിക്കുമെന്നുമുള്ള ഭയം. ആ ഭയം തന്നെയാണ് വേട്ടയാടലിന് കാരണം. എത്രയൊക്കെ വേട്ടയാടിയാലും ഈ ഹരിത പതാക നെഞ്ചിലേറ്റിയവന് അവനൊരു ബോധ്യമുണ്ട്, അതിനപ്പുറം അവനൊരു ചങ്കുറപ്പുണ്ട്, നിലപാടുണ്ട്. വേട്ടയാടലുകൾ കൊണ്ടോ അക്രമങ്ങൾ കൊണ്ടോ ഈ പതാക താഴെ വെക്കില്ല. അവസാന ശ്വാസം വരെ ഈ പതാക കയ്യിലെന്തും. മനസ്സിലായില്ലേ? മാത്രമല്ല ഇതിനൊക്കെ കണക്ക് ചോദിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസം ചില്ലറ ആത്മവിശ്വാസമല്ല, എല്ലാത്തിനും എണ്ണി കണക്ക് ചോദിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം. ദിവസങ്ങൾ അധികമില്ല, 10 ദിവസം. ആ 10 ദിവസം കഴിയുമ്പോൾ കേരളത്തിൻ്റെ സർക്കാർ മാറും, പിണറായി വിജയൻ മാറും. പിണറായി വിജയൻ്റെ ക്രിമിനൽ തെമ്മാടികളെ 8 നിലയിൽ നല്ല മണിച്ചതായിട്ട് പൂട്ടുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട.